ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഹോളി സെപ്പൽക്കർ ചർച്ചിലേക്കാണ്. തിരുക്കുടുംബ ദേവാലയം എന്നും അറിയപ്പെടുന്നു. അനേകം നൂറ്റാണ്ടുകളായി ക്രിസ്തീയ ജെറുസലേമിന്റെ ഹൃദയമായി അറിയപ്പെടുന്ന ദേവാലയമാണിത്. കുരിശിന്റെ വഴിയിലെ അവസാനത്തെ 5 സ്റ്റേഷനുകളും ഇതിന്റെ ഉള്ളിലാണ്. AD 135 ഹഡ്രിയാൻ ചക്രവർത്തി ജെറുസലേം കീഴടക്കിയപ്പോൾ വീനസിന് ഒരു ക്ഷേത്രം പണിയുവാനായി ഈ സ്ഥലം നിരപ്പാക്കിയെടുത്തുവെന്നും ജൂപ്പിറ്ററിന്റെ ഒരു പടുകൂറ്റൻ പ്രതിമ ഇവിടെ സ്ഥാപിച്ചുവെന്നും ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തെ ക്രിസ്തീയ സാമ്രാജ്യമാക്കി ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചു. ഈ സമയത്ത് ഒട്ടേറെ ജാതീയ ക്ഷേത്രങ്ങൾ ക്രിസ്തീയ ദേവാലയങ്ങളാക്കി മാറ്റിയെടുത്തു. ചക്രവർത്തിയുടെ മാതാവ് ഹെലനയുടെ ഇസ്രയേൽ സന്ദർശനത്തെ തുടർന്നായിരുന്നു അത്. യേശുവിന്റെ ജനനം തുടങ്ങി മരണം വരെയുള്ള പ്രധാന സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ അവർ അവിടെ അന്നുണ്ടായിരുന്ന ക്രൈസ്തവരോട് അന്വേഷിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ കടുത്ത പീഡനം മൂലം ഒട്ടുമിക്ക ക്രൈസ്തവരും വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ചിതറിപ്പോയിരുന്നു. വളരെ കുറച്ചുപേർ മാത്രം ജെറുസലേമിൽ അവശേഷിച്ചു. കോൺസ്റ്റന്റൈന്റെ മതം മാറ്റത്തിന് ശേഷം ധാരാളം പേർ മടങ്ങി വന്നു. ഏകദേശം 4 നൂറ്റാണ്ട് മുമ്പ് നടന്ന കാര്യങ്ങൾ അവർ കേട്ടുകേഴ്വിയിൽ നിന്നും ചികഞ്ഞെടുക്കുകയും ഹെലനയുമായി പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ ധാരാളം ദേവാലയങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പണിതു. മാത്രമല്ല, ഗോൽഗോഥയുടെ സ്ഥാനത്തെക്കുറിച്ച് ഹെലന രാജ്ഞി ഒരു സ്വപ്നം കാണുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് ഹഡ്രിയാൻ ചക്രവർത്തിയുടെ വീനസ് ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ഹെലന ചില ദേവാലയങ്ങൾ പണിതത്. 3 കെട്ടിടങ്ങളാണ് മുഖ്യമായും അവർ അവിടെ നിർമ്മിച്ചത്. കല്ലറയെ മൂടിക്കൊണ്ട് വൃത്താകാരത്തിലുള്ള അനസ്താസിയസ് എന്ന പള്ളി, മാർട്ടേറിയം എന്ന പേരിൽ അതിഗംഭീരമാർന്ന ഒരു ബസലിക്ക, ക്രൂശീകരണം നടന്ന സ്ഥാനം കേന്ദ്രമാക്കി കാൽവറിയം എന്ന പള്ളി എന്നിവയായിരുന്നു അവ. 614 പേർഷ്യക്കാർ ഇവ 3ഉം തകർത്തു തരിപ്പണമാക്കി. ഏറെ വൈകാതെ പുനർനിർമ്മിച്ചെങ്കിലും ഈജിപ്ഷ്യൻ ഖലീഫ അൽ ഹക്കീം 1009 അത് നശിപ്പിച്ചു. 1149 ക്രൂസേഡർ കാലത്ത് ദൈവാലയം പുനരുദ്ധരിക്കപ്പെട്ടു. പിൽക്കാലത്ത് ഭൂകമ്പവും അഗ്നിബാധയും യുദ്ധക്കെടുതികളും ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിലെ മിനുക്കുമണികളോടെയാണ് ഇന്നത്തെ അവസ്ഥയിൽ ഈ ദേവാലയം എത്തിച്ചേർന്നത്. കുരിശിന്റെ വഴിയിലെ അവസാനത്തെ 5 സ്റ്റേഷനുകളും ഒരേ കൂരയുടെ ഉള്ളിലായിട്ടാണ് പുനർനിർമ്മാണം നടത്തിയത്. ഹോളി സെപ്പൽക്കർ ചർച്ചിന്റെ ഈ മുഖ്യ കവാടമാണ് 10-ാം സ്റ്റേഷൻ. ക്രൂശീകരണത്തിനു വേണ്ടി യേശുവിന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയത് ഇവിടെ വെച്ചായിരുന്നു എന്നാണ് വിശ്വാസം. പടുകൂറ്റൻ ദൈവാലയ സമുച്ചയത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. ഉള്ളിലേക്ക് കയറുന്നതിന്റെ തൊട്ട് ഇടതുവശത്ത് ഒരു ഉയർന്ന ഇരിപ്പിടമുണ്ട്. ദൈവാലയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് വിവിധ ക്രൈസ്തവ സമുദായങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കുവാനും പള്ളിയുടെ താക്കോൽ സൂക്ഷിക്കുവാനും നിയോഗപ്പെട്ടിരിക്കുന്ന മുസ്ലിം ദ്വാരപാലകന്റെ ഇരിപ്പിടമായിരുന്നു അത്. ആ കാലഘട്ടം കഴിഞ്ഞുവെങ്കിലും ഹോളി സെപ്പൽക്കർ ചർച്ചിന്റെ ഓരോ ഭാഗവും ഇപ്പോഴും പല സമുദായങ്ങളുടെ അധീനതയിലാണ്. വലതു ഭാഗത്തുകൂടെ മുകളിലേക്ക് കയറുവാൻ 19 പടിക്കെട്ടുകളുണ്ട്. മുകളിലെത്തിയപ്പോൾ അമരച്ചെടിയിൽ കയറി മേഘങ്ങൾക്ക് മുകളിലുള്ള മറ്റൊരു ലോകത്തെത്തിയ പോലെ എന്ന ജാക്ക് എന്ന കഥാപാത്രത്തിന്റെ ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ആദ്യമുള്ളത് 11-ാം സ്റ്റേഷൻ, യേശുവിന്റെ കയ്യിൽ ആണിയടിച്ച സ്ഥലം. ഇതൊരു കാത്തലിക് ചപ്പലാണ്. അതിമനോഹരമായ മൊസൈക്ക് ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് ഇവിടം. അതിലൊന്ന് ക്രൂസേഡർ കാലത്തെ ചിത്രീകരണമാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പതിപ്പിച്ചവയാണ്. അൾത്താരയുടെ മുകളിലുള്ള മൊസൈക്ക് ചിത്രം യേശുവിനെ കുരിശിനോട് ചേർത്ത് വരയ്ക്കുന്നതും മാതാവ് അത് കണ്ട് വേദനയോടെ നിൽക്കുന്നതുമാണ്. ഇടതുഭാഗത്ത് മാതാവിന്റെ തകർന്ന ഹൃദയത്തിന്റെ വേദന ഉണർത്തുന്ന ഒരു ചെറിയ ചാപ്പലുണ്ട്. മേറ്റർ ഡൊളോറോസ എന്നാണ് അതിന്റെ പേര്. തൊട്ടടുത്ത് തന്നെയാണ് 12-ാം സ്റ്റേഷൻ. ക്രൂശീകരണ സ്ഥലം ഇതൊരു ചെറിയ ഗ്രീക്ക് ഓർത്തഡോക്സ് ചാപ്പലാണ്. അൾത്താരയുടെ പിന്നിൽ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം. താഴെ ഒരു വെള്ളി ഫലകം തറയിൽ പതിപ്പിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ക്രൂശ് നാട്ടിയ സ്ഥാനമാണത്രേ അത്. തീർത്ഥാടകർ ക്യൂ നിന്ന് ആ സ്ഥാനത്തെ കൈ പതിപ്പിക്കുകയും ശിരസിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. കോരിച്ചിരിയുന്ന ദീപപ്രഭയും നിരന്തരം മുഴങ്ങുന്ന മണിനാദവും ആ ദേവാലയത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അവിടെ പിങ്ക് നിറമുള്ള ഒരു മാർബിൾ ഫലകം കണ്ടു. അസാധാരണമായ വാസന അവിടെയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. ആ കല്ലിലേക്ക് തല മുട്ടിച്ച് പ്രാർത്ഥിക്കുവാൻ ആളുകൾ തിക്കിത്തിരക്കുന്നുണ്ടായിരുന്നു. കല്ലിന്റെ വിടവുകളിലെല്ലാം സുഗന്ധവാഹിയായ എത്തോ വിശേഷ ദ്രാവകം ചൊരിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് യേശുവിന്റെ മൃതദേഹം കുരിശിൽ നിന്ന് ഇറക്കിയതിനു ശേഷം സുഗന്ധവർഗം പൂശിയതെന്ന് കരുതപ്പെടുന്നു. ഇത്തരം പിങ്ക് മാർബിൾ കല്ലുകൾ പലസ്തീനിൽ പൊതുവെ കാണപ്പെടുന്നത് തരമല്ല.
ഒരു പക്ഷേ ദൈവാലയ നിർമ്മാണ വേളയിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാവാം. ഞങ്ങളും കുനിഞ്ഞ ആ സുഗന്ധരാഗത്തിൽ തൊട്ടു നെറ്റിമേൽ പുരട്ടി. സുന്ദരമായ ഗന്ധം അത്ഭുതം കൂറുമാർ തോന്നി. അതിന്റെ പിന്നിലുള്ള ഭിത്തിയിൽ യേശുവിന്റെ മൃതദേഹം കുരിശിൽ നിന്ന് ഇറക്കുന്നതിന്റെയും സ്ത്രീകൾ അത് ഏറ്റുവാങ്ങുന്നതിന്റെയും സുഗന്ധവർഗം പൂശുന്നതിന്റെയും മനോഹരമായ മൊസൈക്ക് ചിത്രങ്ങളുണ്ടായിരുന്നു. അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും കൂടി ശരീരം ഏറ്റുവാങ്ങി എന്ന് സ്ത്രീകൾ പിന്നാലെ ചെന്നത് നോക്കിയുണ്ടായിരുന്നു എന്നുമൊക്കെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. കലാകാരന്മാർക്ക് നമുക്ക് അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തുകൂടെ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഞങ്ങൾ പടിക്കെട്ട് താഴേക്ക് നീങ്ങി. ദേവാലയത്തിലെ ഏറ്റവും നിർണായകമായ സ്ഥലമായിരുന്നത് ഒരു വലിയ വൃത്താകാര ഗൃഹം. യേശുവിന്റെ കല്ലറ. വളരെ ദൈർഘ്യമുള്ള ഒരു ക്യൂ കല്ലറയുടെ ചുറ്റുമുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറുവാനുള്ള ഊഴം കാത്തു നിൽക്കുന്നവരാണ് എല്ലാവരും. ഞങ്ങളും ക്യൂവിൽ ഇടം പിടിച്ചു. വൃത്താകാരമാകുന്നതും വളരെ ഉയർന്നതുമായ ഒരു ചെറിയ കെട്ടിടമായിരുന്നു അത്. ഏകദേശം 1 മണിക്കൂർ എടുത്തു കല്ലറയുടെ ഉള്ളിലേക്ക് പദമൂന്നുവാൻ. ഇവിടെ 2-3 മുറികളാണുള്ളത്. ആദ്യത്തെ ദൂതന്റെ ചാപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. കല്ലറയുടെ കവാടത്തിൽ ഞായറാഴ്ച രാവിലെ എത്തിയ സ്ത്രീകളെ സ്വീകരിച്ചത് ശുഭ്രവസ്ത്രധാരിയായ ഒരു ദൂതനായിരുന്നു. യേശുവിന്റെ ഉയർപ്പിന്റെ പ്രഖ്യാപനം സ്ത്രീകളോട് ആദ്യം നടത്തിയതും ഈ ദൂതൻ തന്നെ. മുറിയിലെ ചുവരുകളിൽ വെള്ള മാർബിളിൽ കടഞ്ഞെടുത്ത ഒട്ടേറെ ശില്പങ്ങൾ കാണാം. അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന്റെ മുകളിൽ ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന യേശു, ഇടതുഭാഗത്ത് സുഗന്ധദ്രവ്യങ്ങളുമായി നിൽക്കുന്ന 2 സ്ത്രീകൾ, വലതുഭാഗത്ത് ഒരു ദൂതൻ എന്നീ ശില്പങ്ങളാണുള്ളത്. അകത്തെ മുറി താരതമ്യേന ചെറുതാണ്. യേശുവിന്റെ മൃതദേഹം വെച്ചു എന്ന് വിശ്വസിക്കുന്നവരിടത്ത് ഇപ്പോൾ ഒരു മാർബിൾ ശിലാഫലകം പ്രതീക്ഷിച്ചിട്ടുണ്ട്. 1555 ഉറപ്പിച്ച കല്ലറയുടെ മുകൾ ഭാഗത്താണുള്ളത്. തിക്കിനും തിരയിനുമിടയിൽ ഞങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, സെക്യൂരിറ്റി ചില സ്ഥലങ്ങളിൽ ക്യാമറ ഓഫ് ചെയ്യണം എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങൾക്കിത് കാണുവാൻ മാത്രമാണ് ചില സന്ദർഭങ്ങളിൽ സാധിച്ചിട്ടുള്ളത്. വളരെയധികം ഫോഴ്സ് ചെയ്ത് സെക്യൂരിറ്റി ക്യാമറ ഓഫ് ചെയ്യാനും മാറിപ്പോകാനായിട്ട് ഞങ്ങളോട് ഫോഴ്സ് ചെയ്ത് പറയുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അവിടെ കുറെ നേരം ഞങ്ങൾ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുരോഹിതന്മാർ അതിനനുവദിച്ചില്ല. പുറത്തെ ക്യൂവിന്റെ ദൈർഘ്യം മൂലം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെയാണ് യേശുവിനെ ക്രൂശിച്ചതെന്നും അടക്കിയതെന്നും ആധികാരികമായി ഉറപ്പിച്ച് പറയാനാവില്ലെങ്കിലും തീർത്തും വിശ്വസനീയമായി മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുവാനില്ലാത്തതിനാൽ ഇതാണെന്ന് വിശ്വസിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഇസ്രയേലി പണ്ഡിതനും ജെറുസലേം സിറ്റി ആർക്കോളജിസ്റ്റുമായ ഡാൻ ബഹത്ത് രേഖപ്പെടുത്തുകയുണ്ടായി. പള്ളിയുടെ ഉള്ളിൽ കണ്ട വൃത്താകാര ഗ്രഹം യേശുവിന്റെ കല്ലറ അല്ലെന്നും വീനസ് ദേവതയുടെ പേരിലുള്ള ക്ഷേത്രങ്ങളിൽ സാധാരണ കാണാറുള്ളതെന്നും ഡാൻ ബഹത്ത് വാദിക്കുന്നു. 2-ാം നൂറ്റാണ്ടിൽ അസ്രിയാൻ ചക്രവർത്തി പണിത ക്ഷേത്രത്തിൻ്റെതാണെന്നും സമർത്ഥിക്കുന്നു. ഓക്സ്ഫോർഡ് ആർക്കിയോളജിക്കൽ ഗൈഡിനും സമാന അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ ഹോളി സെപ്പൽക്കർ ചർച്ചിന്റെ ഉടമസ്ഥാവകാശം 6 ക്രിസ്തീയ വിഭാഗങ്ങൾക്കാണ് ഉള്ളത്. ഈസ്റ്റേൺ ഓർത്തഡോക്സ്, അർമേനിയൻ അപ്പോസ്തോലിക്, റോമൻ കാത്തലിക് എന്നിവരാണ് മുഖ്യ പങ്കാളികൾ. 19-ാം നൂറ്റാണ്ടിൽ കോപ്റ്റിക് ഓർത്തഡോക്സ്, എത്യോപ്യൻ ഓർത്തഡോക്സ്, സിറിയക് ഓർത്തഡോക്സ് എന്നിവരും താരതമ്യേന ചെറിയ മിനാരങ്ങളുടെയും മറ്റും അവകാശികളായി തീർന്നു. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കല്ലറയുടെ വടക്ക് കിഴക്കായി മർത്തങ്ങക്കാരി മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്തും ഒരു ചാപ്പലുണ്ട്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യേശു മാതാവിന് പ്രത്യക്ഷപ്പെട്ടതായി പാരമ്പര്യം വിശ്വസിക്കുന്നു. ആ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഫ്രാൻസിസ്കൻ ദേവാലയമുണ്ട്. കല്ലറയ്ക്ക് അഭിമുഖമായിട്ടുള്ള ബസലിക്ക കത്തോലിക്കൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ അവിടേക്ക് നടന്നു കയറി. താരതമ്യേന വിശാലമായ ബസലിക്കയുടെ മധ്യത്തിൽ പുഷ്പാകൃതിയിലുള്ള ഒരു ചെറിയ പ്രതലമുണ്ട്. ലോകത്തിന്റെ മദ്യം ഇവിടെയാണ് എന്ന് കരുതുന്ന ധാരാളം വിശ്വാസികളുണ്ട്. പ്രതലത്തിന്റെ നടുവിലേക്ക് കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പുറത്തേക്കിറങ്ങി വരുന്നിടത്ത് ഒരു ചെറിയ മുറിയിലേക്ക് അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആദാമിന്റെ കല്ലറ. അവിടെ ഒരു കണ്ണാടിക്കുള്ളിൽ പൊട്ടിപ്പൊളുന്ന ഒരു പാറക്കഷ്ണം കാണാം. ഇത് ആദാമിന്റെ കല്ലറയായിരുന്നുവെന്നും യേശുവിന്റെ ക്രൂശീകരണ വേളയിൽ ഇതിന്റെ തൊട്ടു മുകളിലായി കുരിശിൽ നിന്നും രക്തം താഴേക്കിറങ്ങി ആദ്യ പാപിയായ ആദാം ഉയർത്തെഴുന്നേറ്റുവെന്നും കല്ലറ പടർന്നുവെന്നും ഒക്കെയാണ് ഐതിഹ്യം. കുറെ ദൂരെയായി മറ്റൊരു ചാപ്പൽ ഹെലനയുടെ പേരിലുണ്ട്. യേശുവിനെ തറച്ച കുരിശ് ഹെലനെ അവിടെ വെച്ച് കണ്ടെത്തിയെന്നുമാണ് വിശ്വാസം. വളരെ വ്യത്യസ്തമായ ആ ദേവാലയ സമുച്ചയത്തിന്റെ ഓരോ മുക്കും മൂലയും സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വന്ന വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത വസ്ത്രധാരണ രീതിയിലുള്ള ആയിരങ്ങൾ ഹോളി സെപ്പൽക്കർ ചർച്ചിന്റെ മുൻപിൽ തടിച്ചുകൂടിയിരുന്നു. ക്രൂശീകരണ നാളിൽ യേശു സഞ്ചരിച്ചു എന്ന് കരുതുന്ന വീതിയിലൂടെയാണ് നാം ഇത്രയും നേരം സഞ്ചരിച്ചത്. എന്നാൽ ഈ കുരിശിന്റെ വഴിയിലൂടെ വിശ്വാസീയതയെക്കുറിച്ച് എക്കാലത്തും തർക്കമുണ്ടായിരുന്നു. സത്യത്തിൽ ആദിമ നൂറ്റാണ്ടുകളിൽ തിരുവത്താഴത്തിനായി സഭ ഇടയ്ക്കിടെ കമ്മളിക്കുന്നതിനൊഴിച്ചാൽ മറ്റ് യാതൊരു ആഘോഷ ആചാരണങ്ങളോ
ക്രൈസ്തവ സമൂഹത്തിനുള്ളതായി ചരിത്രരേഖകളിലില്ല. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ അനവധി വിജാതീയ ആഘോഷങ്ങൾ ക്രിസ്തീയമായി മാറിയുണ്ടായി. 4-ാം നൂറ്റാണ്ടിലാണ് ക്രൂശിന്റെ വഴിയിലൂടെയുള്ള പദയാത്രയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ആദ്യകാലങ്ങളിൽ 9 സ്റ്റേഷനുകളെ ഉണ്ടായിരുന്നുള്ളൂ. 8-ാം നൂറ്റാണ്ടിൽ റൂട്ടിന് മാറ്റമുണ്ടായി. ഗസ്തമന തോട്ടം മുതൽ സിയോൻ മല വഴിയുള്ള ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ യൂറോപ്പിൽ ഇതിനോടകം കുരിശിന്റെ വഴിയായി ആഘോഷങ്ങൾ 14 സ്റ്റേഷൻ വന്നു കഴിഞ്ഞിരുന്നു. അവരെ കൂടെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി 15-ാം നൂറ്റാണ്ട് മുതൽ സ്റ്റേഷനുകളുടെ എണ്ണം 14 പുനർനിർണയിക്കുകയുണ്ടായി. 14-ാം നൂറ്റാണ്ടിൽ ക്ലെമന്റ് 6 മാർപ്പാപ്പയുടെ ശ്രമഫലമായിട്ടാണ് കുരിശിന്റെ വഴിയുടെ കാര്യത്തിൽ ഒരു പൊതുധാരണ ഉണ്ടായത്. 2009 തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിസ്താരവേദി കണ്ടെത്തുകയുണ്ടായി. ഇസ്രയേലി ഗവേഷകനായ ഷിമോൺ ഗിബ്സൺ ചാഫ കേറ്റിന് സമയത്ത് 2 മതിലുകളുടെ ഇടയിലായി വിശാലമായ ഒരു നടുമുറ്റം കണ്ടെത്തി. 22 ചതുരശ്ര അടി വലിപ്പമുള്ള ഒരു ഉയർന്ന പ്രതലവും അവിടെ മുറ്റത്തുണ്ടായിരുന്നു. സുവിശേഷങ്ങളിലും മറ്റു പ്രാചീന രേഖകളിലും സൂചിപ്പിച്ചിരിക്കുന്ന വിസ്താര സ്ഥലത്തോട് ഈ പ്രദേശം വളരെ സാമ്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഗിബ്സന്റെ പഠനപ്രകാരം ക്രൂശീകരണം നടന്നത് ഇപ്പോഴത്തെ ഹോളി സെപ്പൽക്കർ ചർച്ചിൽ നിന്ന് 20 മീറ്റർ ദൂരെയാണ്. ഡൊമിനീഷ്യൻ കത്തോലിക്കർ ഇപ്പോഴും ജാഫ ഗേറ്റിനടുത്ത് ഹെരോദാവിന്റെ കെട്ടാരം മുതലക്കാണ് കുരിശിന്റെ വഴിയായി പരിഗണിക്കുന്നത്. സത്യത്തിൽ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾക്കല്ല, അതത് സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. കുരിശിന്റെ വഴി ആഘോഷങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹം പങ്കെടുക്കാറില്ല എന്നത് മറ്റൊരു കാര്യം. യേശുവിന്റെ ക്രൂശീകരണവും അടക്കവും നടന്നുവെന്ന് അവർ കരുതുന്ന സ്ഥലവും മറ്റൊന്നാണ്. അതെ, ഗോൾഡൻസ് കാൽവറി എന്നും ഗാർഡൻ ടൂംബ് എന്നുമാണ് ആ സ്ഥലം അറിയപ്പെട്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പലവിധ കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.